ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ നമ്മളിങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി വാർത്തകൾ നൽകി വരികയാണ്. ഇതിപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ 3 നില കെട്ടിടമാണെന്ന് പറയുന്നു. കാഴ്ചയിൽ ഏതായാലും 2 നിലയ്ക്ക് മുകളിൽ പൊക്കമുള്ള ഒരു കെട്ടിടമാണ്. അതിൻ്റെ ഒരു ഭാഗം മുഴുവൻ അടർന്ന് താഴേക്ക് വീണിരിക്കുകയാണ്. മന്ത്രി പറയുന്നത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്നാണ്. മെഡിക്കൽ രംഗത്ത് ഉണ്ടായിട്ടുള്ള ദുരവസ്ഥ അവിടെ നിന്നൊരു ഡോക്ടർ തന്നെ പരസ്യമായി പറഞ്ഞപ്പോഴാണ് കേരളത്തിലെ സത്യത്തിൽ മാധ്യമങ്ങൾ പോലും അതിനെ ഇന്നിപ്പോ ചർച്ചയാക്കാനിടയായി. കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് കാലപ്പഴക്കം കൊണ്ട് കാലഹരണപ്പെട്ട ധാരാളം കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതെല്ലാം ഉപയോഗിക്കാൻ അവിടുത്തെ രോഗികളും സമൂഹവും നിർബന്ധിതമായി തീർന്നിരിക്കുന്ന ദുരവസ്ഥ നിലവിലുണ്ട്. ഈ ഇടിഞ്ഞു വീണ കെട്ടിടം ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നില്ലയോ എന്നുള്ളത് അത് ഇപ്പോൾ ഏതായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അല്ല ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തേക്ക് ആളുകൾ പോകാൻ പാടില്ലെന്ന് നിയന്ത്രിക്കേണ്ടത് ആരാണ്? അത് അപകടാവസ്ഥയിലാണെന്ന് ജനങ്ങളെ, രോഗികളെ ബോധ്യപ്പെടുത്തേണ്ടത് ആരാണ്? അത് തന്നെയാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ആളുകള് തിങ്ങി നിറഞ്ഞ് ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്ന ഒരു കോട്ടയത്തെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ, കാരണം ഒരു ജില്ലയിലെ ആളുകളല്ല ഇവിടെ എത്തുന്നത്. ഇവിടെ ഇടുക്കിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും എല്ലാം ആളുകൾ ആശ്രയമായി വന്ന് പ്രവേശിക്കുന്ന മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. അപ്പൊ ഇത്രയേറെ ജനസഞ്ചയം എത്തുന്ന ഒരു പ്രദേശത്ത് ഈ കാലഹരണപ്പെട്ട ഒരു പൊളിച്ചു മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് നേരത്തെ പൊളിച്ചു മാറ്റേണ്ടതാണ്. അത് പൊളിച്ചു മാറ്റി ആരുടെയും പൊളിച്ചു മാറ്റാതെ ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് അത് മനുഷ്യരുടെ തലേ വീഴുന്ന പോലെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയാണല്ലോ അപകടം, അല്ലെങ്കിൽ അവിടെയാണല്ലോ തെറ്റ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് മെഡിക്കൽ രംഗത്തെയും ഭരണരംഗത്തെയും അനാസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇതെല്ലാം മാറുകയാണ്. കേരളത്തിലെ ഭരണം എന്ന് പറയുന്നത് അഴിമതിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഏർപ്പാടായി. CPM-ന്റെ ഇപ്പൊ കോട്ടയത്ത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ അടക്കം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജില് ആളുകളെ നിയമിക്കാൻ അത് ടെമ്പററി സ്റ്റാഫ് എന്നുള്ള നിലയിൽ, അല്ലെ പ്രത്യേക സമിതിയുടെ നിയമനം എന്നുള്ള നിലയിൽ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ ഒരു സബ്സിഡറി ഏർപ്പാട് പോലെ മന്ത്രി വാസവനും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളുകളും എല്ലാം ചേർന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ജനോപകാരപ്രദമായ രീതിയിൽ ഈ കാര്യങ്ങളെ നോക്കിക്കണ്ട് ഭരണരംഗത്ത് കേന്ദ്രം മെഡിക്കൽ രംഗത്തൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന കോടാനുകോടി രൂപയുടെ ഫണ്ടുണ്ട്. ആ പണം യഥാവിധി ഉപയോഗിക്കാൻ, അതല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ആളുകൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ, ആ നിലയിൽ അതിനെ മാനേജ് ചെയ്യാൻ ഒന്നും ഇവർക്ക് കഴിയുന്നില്ല എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണത്. ഇനിയും എന്തൊക്കെ ഇടിഞ്ഞു വീണ ഇപ്പോൾ മനസ്സിലാക്കുന്നത് മന്ത്രി VN വാസവന്റെ മണ്ഡലത്തിലാണ് ഈ മെഡിക്കൽ കോളേജ് എന്നാണ്. നോക്കൂ, ഇത് ആരെയും കുറ്റപ്പെടുത്തലല്ല. ഈ സമയത്ത് സർക്കാരിനെതിരെ നമ്മളങ്ങ് ഉറക്കെ പറയുന്നു എന്നുമല്ല. ഒരുപക്ഷെ ഈ സംഭവം ഉണ്ടായുടൻ നമ്മളെയൊക്കെ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്നയാൾ പ്രതികരിച്ചത് നമ്മൾ കേട്ടു. എത്തിക്സ് എന്തെന്ന് അയാൾ ഉറക്കെ പറയുകയായിരുന്നു. അതിന് പിന്നാലെ സംഭവിച്ചത് എന്താണ്? മാധ്യമങ്ങൾ കൂടുതലായി മെഡിക്കൽ കോളേജുകളിലേക്ക്, സർക്കാർ ആശുപത്രികളിലേക്ക് കയറി ചെന്നു. നോക്കുന്നിടത്തെല്ലാം പരിമിതികൾ, പരാധീനതകളാണ് അവിടെ കേട്ടത്, പരിഭവങ്ങളാണ്. എത്രയെത്ര രോഗികളാണ് സങ്കടം പറഞ്ഞത്, അവരുടെ ആശങ്ക പങ്കുവച്ചത്. അതുകൊണ്ട് ഒരു ശ്രദ്ധയുമില്ലാതെ എന്തുകൊണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ, സാധാരണക്കാർ എത്തിച്ചേരേണ്ട ഇടങ്ങൾ മാറുന്നു എന്ന ചോദ്യം അത് ഏതു സമയത്തും പ്രസക്തമാകുന്നത് അതുകൊണ്ടാവും, അല്ലേ? തീർച്ചയായിട്ടും. കാരണം കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയത്ത് കാലങ്ങളായി ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാര് പാവപ്പെട്ടവര്, അവരുടെ ഒരു അത്താണിയും ആശ്രയവുമാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജ്. അവർക്ക് വേറെ എവിടെയും പോകാനില്ല. എന്നാൽ കോട്ടയത്തും പരിസരത്തും മെഡിക്കൽ കോളേജിന് ചുറ്റും വലിയ വലിയ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലുകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ അതാണ് നേരത്തെ പറഞ്ഞ ഡോക്ടർ ഹാരിസ് സൂചിപ്പിച്ചതുപോലെയുള്ള സാഹചര്യം മെഡിക്കൽ കോളേജിനുള്ളിൽ പലപ്പോഴും രൂപപ്പെടുന്നതിന്റെ, അല്ലെങ്കിൽ ഉപകരണമില്ലാതെ വരുന്നതിന്റെ, അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്താതിരിക്കുന്നതിന്റെ, അല്ലെ പരിശോധന നടത്താതിരിക്കുന്നതിന്റെ ഒക്കെ കാരണം ഇത് മെഡിക്കൽ രംഗത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന വലിയ ചൂഷക സംഘങ്ങൾ, അത് ഇന്റർനാഷണൽ ലോബി തന്നെ അതിനകത്തുണ്ട്. അപ്പൊ അവരെല്ലാമായി ബന്ധപ്പെട്ടിട്ട് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ രോഗികളെ ദുരിതത്തിലാക്കുന്ന, അവരെ
അങ്ങേയറ്റം ചൂഷണം ചെയ്യുന്ന ഉപാധിയായിട്ടാണ് നമ്മുടെ മെഡിക്കൽ രംഗത്തെ കാലങ്ങളായി കേരളത്തിൽ മാറ്റിയിട്ടുള്ളത്. എന്നിട്ട് നമ്പർ വൺ എന്ന് നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്പർ വൺ എന്ന് പറയുന്നത് ചൂഷണത്തിലാണ് യഥാർത്ഥത്തിൽ. ആ നിലയിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്ര അനാസ്ഥ. ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴാറായ ബിൽഡിങ് പൊളിച്ചു മാറ്റാൻ തയ്യാറാകാതെ, അത് അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റാതെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനാസ്ഥയോടുകൂടി നോക്കിക്കണ്ടിട്ട് അതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ല, അത് കാലപ്പഴക്കത്തിൽ തന്നെത്താൻ ഇടിഞ്ഞു പോയതാണ്, അതിപ്പോൾ അതിനടിയിൽ താഴെ സമീപത്ത് നിന്നിരുന്ന ആളുകൾക്ക് അപായമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആളുകളുടെ തലയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തെ അതിനെ മുന്നിൽ കാണാൻ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാധിക്കുക? ഓക്കെ, ഇന്ന് കേരളത്തിന്റെ മെഡിക്കൽ രംഗത്തെക്കുറിച്ച് വലിയൊരു ചർച്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഡോക്ടർ തുടക്കം കുറിച്ചത്. അദ്ദേഹത്തെ അന്ന് മെഡിക്കൽ മന്ത്രി അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ്, വ്യക്തിപരമായി അദ്ദേഹം നല്ല ആളാണ്, അതെല്ലാം ഞങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞു. അന്ന് മന്ത്രി പറഞ്ഞത് അത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്, എന്റെയോ സർക്കാരിന്റെയോ അല്ല എന്നാണ്. അല്ല, അന്ന് ഡോക്ടർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു, ആ ഡോക്ടർ അത്ര നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം മുതൽ ആ ഡോക്ടറെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി ക്യാപ്റ്റൻ ഒരു സിഗ്നൽ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു അത് ഡോക്ടറുടെ കുഴപ്പം തന്നെയാണ്, അല്ലെങ്കിൽ ഡോക്ടർക്ക് എന്തോ കുഴപ്പക്കാരനാണ് എന്ന മട്ടിൽ ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പറയാനുള്ള ഒരു ലൈസൻസാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരസ്യമായിട്ട് കൊടുത്തത്. അപ്പൊ ഇവിടെ ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടർ ധൈര്യപൂർവ്വം ഇത്തരം ഒരു കാര്യം പരസ്യമായി പറയാൻ തയ്യാറാവുമോ? അന്ന് അദ്ദേഹം അത് പറഞ്ഞതിന് തുടർന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടതിന് തുടർന്ന് ഉണ്ടായ ഒരു കാര്യങ്ങൾ കേരളത്തിൽ ഉടനീളം നടക്കുമ്പോൾ ഇനി ഒരാളും അങ്ങനെ മിണ്ടാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന തിരക്കിലാണ് CPM-ഉം ഭരണകൂടവും. അതിനാണ് മുഖ്യമന്ത്രി സിഗ്നൽ കൊടുത്തിരിക്കുന്നത്. എവിടെയാണ് അപകട സൂചന, അപായ സൂചന? അപ്പൊ ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ രംഗത്ത് ആത്യന്തികമായി അടിമുടി പരിഷ്കാരവും ശ്രദ്ധയും ആവശ്യമായി വരുന്നു. അതാത് പ്രദേശത്തുള്ള പ്രാദേശിക സമിതികൾക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് കൊടുക്കാൻ, അവരുടെ ഇടപെടൽ ഉണ്ടാകാൻ ഒക്കെ അവസരമുണ്ടായെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ശുദ്ധീകരിക്കാൻ സാധിക്കൂ. ഇപ്പോൾ പർച്ചേസ് എന്ന് പറയുന്നത് അതിനുള്ള അപകടം കൊണ്ടാണ്, അതിന്റെ വ്യവസ്ഥിതിയുടെ കുഴപ്പം കൊണ്ടാണ് പർച്ചേസ് നടക്കാത്തത് എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ ഏത് പർച്ചേസ് ആയാലും ഏത് നിയമനമായാലും ആ രംഗത്ത് നടക്കുന്ന ഓരോ കാര്യത്തിലും കുറെ കൂടി സുതാര്യത ഉണ്ടാവേണ്ടതുണ്ട്, കൃത്യത ഉണ്ടാവേണ്ടതുണ്ട്, നടപടി ഉണ്ടാവേണ്ടതുണ്ട്. രാധാകൃഷ്ണൻ മേനോൻ, ഞങ്ങൾ അല്പം മുമ്പ് ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് വളരെ വലിയൊരു വാർത്ത പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ്. അതായത് തൃശ്ശൂരിൽ ഇന്ന് പുലർച്ചെ ഒരു അപകടമുണ്ടാകുന്നു. ആ അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ KSRTC ഡ്രൈവറെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു തൃശ്ശൂരിൽ. അവിടെ അദ്ദേഹത്തെ 45 മിനിറ്റോളം സ്ട്രക്ചറിൽ കിടത്തേണ്ടി വരുന്നു. ഈ ആംബുലൻസ് ഡ്രൈവർ ഒരു യുവാവാണ്. അയാൾ പറയുന്നു, ഇയാളുടെ അവസ്ഥ വളരെ ദയനീയമാണ്, വളരെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്, ഒന്ന് പരിശോധിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർ പ്രതികരിച്ചത് എന്താണെന്നറിയോ? ഇത് സർക്കാർ ആശുപത്രി അല്ലേ, ഇങ്ങനെയൊക്കെ അല്ലേ സംഭവിക്കൂ എന്നാണ്. അതായത് അപ്പാടെ പാളിയ ഒരു സിസ്റ്റം, ഒരു സംവിധാനം, അത് ഇങ്ങനെയൊക്കെ മതിയെന്ന് ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകരൊക്കെ സ്വയം തീരുമാനിക്കുന്ന അവസ്ഥയിലാണ് പലയിടത്തും. സർക്കാർ ആശുപത്രി ആണെങ്കിൽ അങ്ങനെ മതി എന്ന് പറയുന്നതിന്റെ കാരണം സർക്കാരിന് പുറത്തുള്ള സംവിധാനം അവരെയൊക്കെ മാനേജ് ചെയ്യാൻ തയ്യാറായിട്ട് രംഗത്തുണ്ട് എന്ന് തന്നെയാണ്. കാരണം സർക്കാരിന് പുറത്ത് ഈ തരത്തിൽ ഒരു വലിയ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഈ സർക്കാർ ആശുപത്രിയൊക്കെ ഭംഗിയായി പ്രവർത്തിക്കുകയും കൃത്യമായി മരുന്ന് കൊടുക്കുകയും കൃത്യമായി രോഗിയെ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ പിന്നെ സ്വകാര്യ ആശുപത്രികൾ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. നമുക്കറിയാമല്ലോ, സത്യത്തിൽ ഈ കോവിഡ് കാലത്ത് നമ്മുടെ ഈ ആശുപത്രികൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്ന പോലെ കിടന്നതല്ലേ. ചികിത്സയ്ക്ക് പോലും, കാരണം ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആ സമയത്ത് മറ്റു രോഗങ്ങളില്ല എന്നൊരു അന്തരീക്ഷം കേരളത്തിൽ എല്ലാ ഭാഗത്തും ഉണ്ടായി. കാരണം ആവശ്യമില്ലാതെ ചികിത്സയ്ക്ക് വേണ്ടി ആളുകളെ ബോർഡ് വെച്ച് സ്വാഗതം ചെയ്ത് ഇപ്പോൾ ഹൃദയം ഇടിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയുടെ പടം വെച്ചിട്ട് പരസ്യം വെക്കുന്ന കാലഘട്ടമായി മാറിയില്ലേ കേരളം. അപ്പൊ ഈ നിലയിൽ പരസ്യം വെക്കുന്ന ആശുപത്രികൾക്ക് വേണ്ടി ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ കാഷ്വാലിറ്റിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ അറ്റൻഷൻ കുറയുന്നുണ്ടോ, അതാണോ അതിന്റെ കാരണമെന്നും പരിശോധിക്കേണ്ടതാണ്. അതല്ലാതെ പരിശോധിക്കാൻ ശമ്പളം മേടിച്ച് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്
ഇത് സർക്കാർ ആശുപത്രിയാണ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാനുള്ള അനുവാദമൊന്നും ആരും കൊടുത്തിട്ടില്ലല്ലോ. മാത്രമല്ല, മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച് ഈ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർക്ക് പുറമെ എത്രയോ ഹൗസ് സർജന്മാര്, സഹായികള്, പഠിക്കുന്ന കുട്ടികള്, ഇങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങൾ അവിടെ അഡീഷണൽ ആയിട്ടുണ്ട്. അപ്പം വരുന്ന ഒരു രോഗിയെ എത്രയും പെട്ടെന്ന് വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതിന് ശ്രദ്ധിക്കാൻ സാധിക്കുന്ന, അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്ന കൂടുതൽ ആളുകളെ എത്തിക്കാനും എല്ലാം കഴിയുന്ന ഒരു വലിയ സംവിധാനമാണ് നമ്മുടെ സർക്കാർ ആശുപത്രിയും മെഡിക്കൽ കോളേജും അതുമായി ബന്ധപ്പെട്ട ആ ശൃംഖലയും. പക്ഷെ അതിനെ ഫലപ്രദമായി സമൂഹത്തിന് വേണ്ടി, സമാജത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ ഭരണരംഗത്തുണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥത മൂലം സാധിക്കുന്നില്ല എന്ന ദുരവസ്ഥയാണ് ഇപ്പൊ കേരളത്തിലുള്ളത്.